ഗൈസ് നമ്മൾ 10 to 10,000 ട്രേഡിംഗ് ചാലഞ്ച് ജേണി നമ്മൾ ഫിനിഷ് ചെയ്തപ്പം തൊട്ട് തുടങ്ങിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസിലൊന്നാണ് എക്സനസിനെ കുറിച്ചുള്ള സംശയങ്ങൾ. എക്സനസ് നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, എക്സനസിന് ടാക്സ് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ നാട്ടിൽ, വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഷെയിം ബ്രോ നമസ്കാരം. പിന്നെ വീഡിയോസ് അടിപൊളിയാണ്, ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ട് ചോദിക്കാൻ വിളിച്ചായിരുന്നു. പിന്നെ നിങ്ങളുടെ എക്സനസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എക്സനസ് യൂസ് ചെയ്യുന്ന വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ കുറേ വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സനസ് ബാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾ ദുബായിൽ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കണം, ലോക്കൽ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കണം എക്സനസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഞാനിവിടെ ഖത്തറിലാണ്, ഞാൻ എൻ്റെ ലോക്കൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് എക്സനസ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത് അവിടെ യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വല്ലതുണ്ടോ, ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടോ ഒന്ന് പറയുമോ എന്നോട്? അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലത്. കാരണം നമ്മൾ പ്രവാസികളാകുന്ന സമയത്ത് ഇവിടുത്തെ ലോക്കൽ അക്കൗണ്ട് വെച്ചിട്ടാണ് ചെയ്യാം നമ്മൾ എക്സനസ് കുറച്ചും കൂടി എളുപ്പമാണ് വിചാരിക്കുന്നത്. അപ്പം ഈ സെയിം എക്സനസ് അക്കൗണ്ട് നമ്മുടെ നാട്ടിലെ എൻ ആർ ഐ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വല്ല ടാക്സോ കാര്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഈ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരികയാണെങ്കിൽ നല്ലത്. നാട്ടിലേ ഉള്ളത്, അതുകൊണ്ടാണ് ചോദിച്ചത്. സോ ഞാൻ നിങ്ങൾക്ക് ബേസിക്കലി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എക്സനസ് ഇന്ത്യയിൽ ബാൻ എന്ന് പറയാൻ കംപ്ലീറ്റ്ലി ബാൻ ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ബാൻ അല്ല, കാരണം പഴയ അക്കൗണ്ട് യൂസേഴ്സിനെല്ലാം ഇപ്പോഴും എക്സനസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർക്കൈവ്ഡ് ആയിപ്പോയ അക്കൗണ്ടൊന്നും പിന്നെ പുതിയ അക്കൗണ്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല എക്സനസിൽ. സോ രണ്ടാമത്തെ കാര്യം, എക്സനസ് UAE-യിലാണ് ഞാൻ KYC ചെയ്തിട്ടുള്ളത്. എൻ്റെ KYC എല്ലാം UAE ക്രെഡൻഷ്യൽസ് വെച്ചിട്ടാണ്, UAE ബാങ്ക് അക്കൗണ്ട്, എമിറേറ്റ്സ് ID ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അത് വാലിഡിറ്റി ഉള്ളിടത്തോളം കാലം എനിക്ക് എക്സനസ് എവിടെ പോയാലും യൂസ് ചെയ്യാം. അത് എപ്പോഴാണോ ഇൻവാലിഡ് ആവുന്നത്, റിന്യൂവൽ ചെയ്യേണ്ട സമയമാവുന്നത്, ആ സമയത്ത് KYC ചെയ്യണം. നമ്മൾ ബാങ്കിലൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ. അപ്പം അത് KYC ചെയ്താൽ നിങ്ങൾക്ക് നാട്ടിലാണെങ്കിലും നാട്ടിൽ നിന്ന് ഇരുന്നിട്ടും KYC ചെയ്യാം. എമിറേറ്റ്സ് ID പുതിയത് നാട്ടിൽ നിങ്ങൾക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് KYC ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, NRIസിന് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. സോ നിങ്ങൾ NRI സ്റ്റാറ്റസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ്റെ ഒരു വർഷത്തിൽ ഇന്ത്യൻ്റെ പുറത്താണ് നിങ്ങൾ കൂടുതലും നിൽക്കുന്നത്, അല്ലെങ്കിൽ 182 ഡേയ്സ് എങ്ങാനും അതിലും കുറവാണ് ഇന്ത്യയിൽ നിന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ NRI കാറ്റഗറിയിൽ പെടും. അങ്ങനെയുള്ള ആളുകൾക്ക് ടാക്സ് ഫ്രീ ആണ് പുറത്തുനിന്നുള്ള ഇൻകത്തിന്. സോ ആ ക്വസ്റ്റ്യനും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എക്സനസ് ഇപ്പോഴും ഞാൻ ലൈവ് സ്ട്രീം യൂട്യൂബിലെല്ലാം ഇപ്പോഴും ഇന്നലെയും കൂടി ലൈവ് സ്ട്രീം പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ $10,800 എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എക്സനസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ദോ മറ്റ് പല ബ്രോക്കേഴ്സിലും എനിക്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ അതൊന്നും റെക്കമെൻഡ് ചെയ്യാത്തതിനും കാരണം എന്താണെന്ന് വെച്ചാൽ എക്സനസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രോക്കർ. സോ എക്സനസ് വേണ്ടവർ, ഇന്ത്യൻ്റെ പുറത്തുള്ളവർ, feel free to use my referral link. ബയോയിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.